പാലപ്പിള്ളിക്കുണ്ടായിൽ ഹാരിസൺ കമ്പനിയുടെ ഓഫീസിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ടാപ്പിംഗ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 20ഓളം ആനകൾ മേഖലയിൽ തമ്പടിച്ചതായി തോട്ടം തൊഴിലാളികൾ. ദേശീയപാത പുതുക്കാട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ് നിരോധിക്കണമെന്ന് നാട്ടുകാർ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് പൂർണ്ണമായും അടച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഗതാഗത തിരക്കേറി. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ സ്ഥലമേറ്റെടുക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ഈ മാസം അവസാനം നടക്കും. ചാലക്കുടി നഗരസഭ ക്രിമറ്റോറിയത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന 3 ചേംബറുകളും തകരാറിലായി. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. പാലപ്പിള്ളിക്കുണ്ടായിൽ ഹാരിസൺ കമ്പനിയുടെ ഓഫീസിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ഓഫീസിന്റെ മതിൽ തകർത്ത് കോമ്പൗണ്ടിൽ കടന്ന കാട്ടാനക്കൂട്ടം വ്യാപകമായ നാശനഷ്ടം വരുത്തി. ഓഫീസിന്റെ മുൻവശത്തെ മതിലാണ് തകർത്തത്. തെങ്ങുകളും കവുങ്ങുകളും ആനക്കൂട്ടം കുത്തിമറച്ചിട്ടു. ടാപ്പിംഗിന് എത്തിയ തൊഴിലാളികളും ആനക്കൂട്ടത്തിന് മുൻപിൽ പെട്ടെങ്കിലും ഓടിമാറിയതുമൂലം വൻ അപകടമൊഴിവായി. പിന്നീട് തൊഴിലാളികൾ ഒത്തുകൂടിയാണ് ആനക്കൂട്ടത്തെ പ്രദേശത്ത് നിന്നും തുരത്തിയത്. കുട്ടികൾ ഉൾപ്പെടെ 20ഓളം ആനകളാണ് മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയത്. ദിവസങ്ങളായി കാട്ടാനക്കൂട്ടം പ്രദേശത്ത് തമ്പടിക്കുന്നതായി നാട്ടുകാർ പറയുന്നു. ചില സമയങ്ങളിൽ ആനകൾ റോഡ് മുറിച്ചു കടക്കുന്നത് യാത്രക്കാരെ ആശങ്കയിലാക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലും ആനക്കൂട്ടം തോട്ടങ്ങളിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് മൂലം തൊഴിലാളികൾ ഭീതിയോടെയാണ് പണിക്കിറങ്ങുന്നത്. ദേശീയപാത പുതുക്കാട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ബൈക്ക് യാത്രക്കാരനായ മാള പള്ളിപ്പുറം കാഞ്ഞൂത്തറ വീട്ടിൽ ജോയി മകൻ 30 വയസ്സുള്ള റിജു ആണ് മരിച്ചത്. ദേശീയപാതയിലേക്ക് അശ്രദ്ധമായി കയറ്റി നിർത്തിയ ലോറിയിൽ തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന ബൈക്ക് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ റിജോയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. രാത്രികാലങ്ങളിൽ ചരക്ക് ലോറികളും ടോറസും ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്യുന്നതുമൂലം നിരവധി അപകടങ്ങളാണ് സംഭവിക്കുന്നത്. അധികൃതർ ഇടപെട്ട് ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ് നിരോധിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ ചന്തപുര കോട്ടപ്പുറം ബൈപ്പാസ് പൂർണ്ണമായും അടഞ്ഞ നിലയിൽ. ബൈപ്പാസിലൂടെ കടന്നുപോയിരുന്ന വാഹനങ്ങളെല്ലാം നഗരത്തിലൂടെ കടത്തിവിട്ടതോടെ കൊടുങ്ങല്ലൂർ തിരക്കിന്റെ പിടിയിലമർന്നു. പാലിയേക്കരയിലെ അമിതമായ ടോൾ പിരിവിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി വലിയ ചരക്ക് വാഹനങ്ങൾ കൊടുങ്ങല്ലൂർ നഗരം വഴിയാണ് കടന്നുപോകുന്നത്. ഭാരം കയറ്റിയ കണ്ടെയ്നർ ലോറികളും ട്രെയിലറുകളും നഗരത്തിലെ വീതി കുറഞ്ഞ റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിക്കുകയാണ്. NHന്റെ പണി നടക്കുന്ന കാരണം വാഹനങ്ങൾ കംപ്ലീറ്റ് കൊടുങ്ങല്ലൂർ ടൗണിൽ കൂടെ കയറി വരെയാണ്. അപ്പൊ അതിന്റെ പേരിൽ ഇവിടെ ആകെ ഗതാഗത പ്രശ്നങ്ങളാണ്. അത് കച്ചവടക്കാരെയും മറ്റു വാഹനങ്ങളെ യാത്രക്കാരെയും കാൽനടക്കാരെയൊക്കെ ബാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ താലപ്പൊലിയും കൂടെ വരികയാണ്. അപ്പോൾ അത് ആകെ ഗതാഗത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിൻ്റെ ഒരു ബൈപ്പാസിൻ്റെ സർവീസ് റോഡെങ്കിലും തുറന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളങ്ങളിലൊന്നാണ് കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രം. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്നവർ ഉൾപ്പെടെയുള്ള അയ്യപ്പ ഭക്തരുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നു പോകുന്നത്. ദേശീയപാത അധികൃതരും നിർമ്മാണ കരാറുകാരും തന്നിഷ്ടപ്രകാരം ഓരോ ദിവസവും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വ്യത്യസ്തമായ റോഡുകളിലൂടെ വാഹന ഗതാഗതം തിരിച്ചുവിടുന്നതും ഗതാഗതക്കുരുക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്തരം പരിഷ്കാരങ്ങൾ നഗരസഭാ അധികൃതരും ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയും അറിയുന്നുമില്ല. ഈ സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ താലപ്പൊലിയോടനുബന്ധിച്ചുള്ള തിരക്ക് കൂടി വരുന്നതോടെ നഗരം സ്തംഭിക്കുമെന്ന് ഉറപ്പാണ്. ട്രാഫിക് നിയന്ത്രിക്കാൻ പോലീസ് ഇല്ലാതായതോടെ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയാണ്. TCV കൊടുങ്ങല്ലൂർ. ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ സ്ഥലമേറ്റെടുക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. ഇതിന്റെ ഭാഗമായി വിജ്ഞാപനം ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതായി മന്ത്രി അറിയിച്ചു. സംസ്ഥാനപാതയിൽ കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ചന്തക്കുന്ന് മുതൽ പൂതംകുളം വരെയുള്ള ഭാഗം വീതി കൂട്ടിയാണ് ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസിപ്പിക്കുന്നത്. ഏറ്റെടുക്കാൻ പോകുന്ന ഭൂമിയുടെ ഉടമസ്ഥർക്ക് നഷ്ടപരിഹാര തുക സംബന്ധിച്ച അവകാശവാദം, അളവ് സംബന്ധിച്ച ആക്ഷേപം തുടങ്ങിയവ ഉന്നയിക്കാൻ 29, 30, 31 തീയതികളിൽ ഹിയറിംഗ് നടക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മുകുന്ദപുരം താലൂക്കിലെ ഇരിങ്ങാലക്കുട മനവലശ്ശേരി വില്ലേജുകളിൽപ്പെട്ട 0.7190 ഹെക്ടർ സ്ഥലമാണ് ജംഗ്ഷൻ വികസനത്തിനായി ഏറ്റെടുക്കുന്നത്.
ചാലക്കുടി നഗരസഭ ക്രിമിറ്റോറിയത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന 3 ചേംബറുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. പ്രവർത്തനം നടക്കുമ്പോൾ ഇവയിൽ നിന്നും അനിയന്ത്രിതമായി പുക ഉയരുകയാണ്. പരിസരത്താകെ ഇത് പടർന്ന് അസഹ്യമായ ദുർഗന്ധവും പുറത്തേക്ക് വമിക്കുന്നുണ്ട്. ചേംബറിന്റെ വാതിലുകൾക്കും വലിയ വിടവുകളുണ്ട്. മൃതദേഹം തീപിടിച്ച് തുടങ്ങുന്ന സമയത്ത് വലിയ ശബ്ദത്തിൽ വാതകം പുറത്തേക്ക് തള്ളുന്നതും നിത്യസംഭവമായി. പ്രതിമാസം 70ഓളം മൃതദേഹങ്ങളാണ് ഇവിടെ ദഹിപ്പിക്കുന്നത്. കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടക്കാത്തതാണ് കേടുപാടുകൾക്ക് കാരണം. നഗരസഭയിലെ ആരോഗ്യ വിഭാഗത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 14ാമത് പുതുക്കാട് മേഖലാ സമ്മേളനം തലൂരിൽ സംഘടിപ്പിച്ചു. സിഒഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. സിഒഎ പുതുക്കാട് മേഖലാ പ്രസിഡന്റ് എം.എൽ. ജോബി അധ്യക്ഷത വഹിച്ചു. പി. ഗോപകുമാർ സ്വാഗതം ആശംസിച്ചു. കെ.എസ്. സന്തോഷ് അനുശോചന പ്രസംഗം നടത്തി. സിഒഎ പുതുക്കാട് മേഖലാ സെക്രട്ടറി കെ.ഐ. ഷീഫർ മേഖലാ സമ്മേളന റിപ്പോർട്ടും സിഒഎ ജില്ലാ സെക്രട്ടറി പി. ആന്റണി ജില്ലാ റിപ്പോർട്ടും സിഒഎ പുതുക്കാട് മേഖലാ ട്രഷറർ വി.ബി. രമേശ് സാമ്പത്തിക റിപ്പോർട്ടും ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ട് കെ.ജി. രമേശും അവതരിപ്പിച്ചു. തുടർന്ന് പൊതുചർച്ച, മറുപടി പ്രസംഗങ്ങൾ എന്നിവ നടന്നു. കെ.സി.സി.എൽ. എം.ഡി. പി. സുരേഷ് കുമാർ, സിഒഎ സംസ്ഥാന സെക്രട്ടറി പി.ബി. സുരേഷ്, സിഒഎ ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷ്, കേരള വിഷൻ തൃശൂർ ചെയർമാൻ പി.എം. നാസർ, കെ.സി.സി.എൽ. ഡയറക്ടർ വി.പി. ബിജു, പുതുക്കാട് ഇൻഫോനെക്സസ് കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ ആന്റോ വി. മാത്യു, ഒല്ലൂർ ന്യൂ വിഷൻ കേബിൾ ടി.വി. നെറ്റ്വർക്ക് എം.ഡി. കെ.ജെ. ജോയ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പും ചടങ്ങിൽ നടന്നു. പുതുക്കാട് മേഖലാ പ്രസിഡന്റായി കെ.ഐ. ഷീഫറിനെയും വൈസ് പ്രസിഡന്റായി സി.ആർ. ബെന്നിയെയും സെക്രട്ടറിയായി കെ.എസ്. സന്തോഷിനെയും ജോയിന്റ് സെക്രട്ടറിയായി കെ.പി. റാഫേലിനെയും ട്രഷററായി വി.ബി. രമേശിനെയും തിരഞ്ഞെടുത്തു. ടി.സി.വി. ന്യൂസ്, പുതുക്കാട്. കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനം സംഘാടക സമിതി രൂപീകരണ യോഗം തലൂരിൽ നടന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ.വി. രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ടി.ഡി. സുഭാഷിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. ജില്ലാ സെക്രട്ടറി പി. ആന്റണി സമ്മേളനം സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിച്ചു. സിഒഎ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പുതുക്കാട് മേഖലാ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഫെബ്രുവരി 8, 9 തീയതികളിൽ ചാലക്കുടിയിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്. ബസ് ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ബസ് ഡ്രൈവറെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന പരാശക്തി ബസ്സിലെ ഡ്രൈവർ എൽത്തുരുത്ത് സ്വദേശി ചക്കാലക്കൽ വീട്ടിൽ ലോറൻസിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു.കെ. ഷാജഹാൻ, പ്രിൻസിപ്പൽ സബ് ഇൻസ്പെക്ടർ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെറ ബസ്സിലെ ഡ്രൈവർ കല്ലൂർ സ്വദേശി കല്ലംപറമ്പിൽ വീട്ടിൽ ബിനോയിയെയാണ് പ്രതി ഉൾപ്പെടെ 3-അംഗ സംഘം ആക്രമിച്ചത്. സംഭവത്തിൽ അനസ്, ശ്രീധരൻ എന്നീ 2 പ്രതികളെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇനിയൊരു ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ദ്രപ്രസ്ഥം കാണാൻ അനുവദിക്കരുതെന്നും അതിനുള്ള പോരാട്ടമാണ് വരും നാടുകളിൽ സംഘടിപ്പിക്കേണ്ടതെന്നും എഴുത്തുകാരനും വാഗ്മിയുമായ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു. തൃശൂർ താലൂക്ക് ചെത്തുതൊഴിലാളി യൂണിയൻ AITUC 80ാം വാർഷിക സമാപനത്തിന്റെ ഭാഗമായി അന്തിക്കാട് സെലിബ്രേഷൻ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത സംഘം ചെയർമാൻ VS സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്, അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ, AITUC ജില്ലാ പ്രസിഡന്റ് KG ശിവാനന്ദൻ, മഹിളാ സംഘം നേതാവ് ഷീല വിജയകുമാർ, ഷീന പറയങ്ങാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. താമരശ്ശേരി കവർച്ച കേസിൽ മാള സ്വദേശിയെ അറസ്റ്റ് ചെയ്തു. വടമ സ്വദേശി കുറ്റിപ്പുഴക്കാരൻ സജിലിനെയാണ് മാളയിൽ നിന്ന് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി TK ഷൈജുവിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. മൈസൂർ സ്വദേശിയെ താമരശ്ശേരി ചുരത്തിൽ കാർ തടഞ്ഞ് ആക്രമിച്ച് 68 ലക്ഷം രൂപയും മൊബൈൽ ഫോണും കവർച്ച നടത്തിയ സംഘത്തിൽ സജിൽ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. ഈ സംഭവത്തിൽ നേരത്തെ പിടിയിലായിരുന്നവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. കഥകളി മദ്ദളത്തിലെ ആചാര്യനായിരുന്ന കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാന ചടങ്ങും കലാമണ്ഡലം കൂത്തമ്പലത്തിൽ നടന്നു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പളശ്ശേരി ജീവൻ അധ്യക്ഷത വഹിച്ചു. കലാമണ്ഡലം അപ്പുകുട്ടി പൊതുവാൾ മെമ്മോറിയൽ അവാർഡ്, കലാമണ്ഡലം രാമൻകുട്ടിക്കും തിരുവല്ലാമല മാധവ വാര്യർ യുവപ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം വൈശാഖനും MP സുരേന്ദ്രൻ സമ്മാനിച്ചു. തുടർന്ന് കലാമണ്ഡലം വൈശാഖിന്റെ നേതൃത്വത്തിൽ പഞ്ചമദ്ദളക്കേളിയും അരങ്ങേറി.
ദേശീയപാത 544 നടക്കുന്ന 500 കോടിയിലേറെ രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടക്കും. തൃശൂർ, ആലത്തൂർ, ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 10 അടിപ്പാതയുടെ നിർമ്മാണ ഉദ്ഘാടനവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മുടിക്കോട്, കല്ലിടുക്ക്, വാണിയമ്പാറ, ആമ്പല്ലൂർ അടിപ്പാതകളും, ആലത്തൂർ മണ്ഡലത്തിൽ ആലത്തൂർ കുഴൽമന്നം അടിപ്പാതകളും, ചാലക്കുടി മണ്ഡലത്തിൽ ചിറങ്ങര, കൊരട്ടി, മുരിങ്ങൂർ, പേരാമ്പ്ര അടിപ്പാതകളുടെയും നിർമ്മാണോദ്ഘാടനം നടക്കും. 5-ാം തീയതി കാസർഗോഡ് നടക്കുന്ന ചടങ്ങിൽ കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി നിർമ്മാണോദ്ഘാടനം നിർവഹിക്കുമെന്ന് TN പ്രതാപൻ MP അറിയിച്ചു. ഒരു മാസത്തിനുള്ളിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണങ്ങൾ ആരംഭിക്കും. തൃശൂർ ലോക്സഭാ മണ്ഡല അടിപ്പാതകൾക്ക് 209.17 കോടി രൂപയും, ആലത്തൂരിൽ 117.77 കോടി രൂപയും, ചാലക്കുടിയിൽ 149.45 കോടിയുടെയും പദ്ധതികളാണ് നടക്കുന്നത്. പാവറട്ടി പഞ്ചായത്തിലെ പെരിങ്ങാട് പുഴ റിസർവ് വനമാക്കിക്കൊണ്ടുള്ള നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് പുഴയായി സംരക്ഷിക്കണമെന്ന് തീരദേശ സംരക്ഷണ സമിതി സമ്മേളനം ആവശ്യപ്പെട്ടു. പാവറട്ടി, മുല്ലശ്ശേരി, വെങ്കടങ്ങ് പഞ്ചായത്തുകളിലെ തീരദേശത്തെ വിവിധ മത, രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ആരാധനാലയ കമ്മിറ്റി പ്രതിനിധികളുമാണ് തീരദേശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഒത്തുകൂടിയത്. മണലൂർ നിയോജകമണ്ഡലം നവകേരള സദസ്സിൽ ഏറ്റവും കൂടുതൽ പരാതികൾ ലഭിച്ചത് ഇതേ ആവശ്യത്തിനാണ്. തീരദേശവാസികളുടെ ദുരിതം ഒഴിവാക്കാൻ പ്രദേശത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഉന്നയിച്ച ആവശ്യം സർക്കാർ പരിഗണിക്കാത്ത പക്ഷം സമൂഹത്തിലെ എല്ലാ മേഖലകളിലെയും സംഘടനകളെ ഏകോപിപ്പിച്ചുകൊണ്ട് പ്രക്ഷോഭ സമര പരിപാടികൾക്ക് രൂപം കൊടുക്കുവാൻ യോഗത്തിൽ തീരുമാനമായി. പാവറട്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് AJ വർഗീസ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തീരദേശ സംരക്ഷണ സമിതി ചെയർമാൻ അബു കാട്ടിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തീരദേശ സംരക്ഷണ സമിതി കൺവീനർ ഷൈജു തിരുനെല്ലൂർ, കോർഡിനേറ്റർ നാസർ കരീം എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ മണ്ഡലം ജൽജീവൻ മിഷൻ പദ്ധതി അവലോകന യോഗം NK അക്ബർ MLA അധ്യക്ഷതയിൽ ചേർന്നു. മണ്ഡലത്തിൽ ജൽജീവൻ മിഷൻ പ്രവൃത്തികൾക്കായി പൊളിച്ച റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കാൻ MLA നിർദ്ദേശം നൽകി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മെയിന്റനൻസ് ഫണ്ട് വിനിയോഗിച്ച് പുനർനിർമ്മിക്കേണ്ട റോഡുകൾ ജനുവരി 30-ാം തീയതിക്കകവും മറ്റു റോഡുകൾ ഫെബ്രുവരി 15-ാം തീയതിക്കകവും പൂർത്തീകരിക്കണമെന്നും MLA പറഞ്ഞു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുടിവെള്ള പൈപ്പ് മാറ്റുന്ന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ജനുവരി 11-ാം തീയതി പ്രത്യേക യോഗം ചേരുവാനും തീരുമാനിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റുമാരായ TV സുരേന്ദ്രൻ, വിജിത സന്തോഷ്, ജാസ്മിൻ ഷഹീർ, ഗീതു കണ്ണൻ, MNK നബീൽ, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുരേന്ദ്രൻ, പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അധ്യാപകരും ശാസ്ത്രജ്ഞരുമാണ് പുതിയ കാലത്തിനനുസരിച്ച് മനസ്സിനെ നവീകരിക്കുന്നതെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. KPSTA സംസ്ഥാന ഭാരവാഹി KS ദീപൻ അടക്കമുള്ള വലപ്പാട് ഉപജില്ലയിലെ 19 അധ്യാപകർക്ക് അസോസിയേഷൻ വലപ്പാട് ഉപജില്ലാ കമ്മിറ്റി തളിക്കുളത്ത് നൽകിയ യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉപജില്ലാ പ്രസിഡന്റ് KL മനോഹിത് അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് K അബ്ദുൾ മജീദ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് TA ഷാഹിദ് റഹ്മാൻ, സംസ്ഥാന സെക്രട്ടറി സാജു ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് പഞ്ചായത്തിന് മുൻപിൽ ധർണ നടത്തി. പഞ്ചായത്തിൽ നിന്നും ലഭിക്കേണ്ട പെർമിറ്റ്, വീട് നമ്പർ, മറ്റാവശ്യങ്ങൾക്കായുള്ള അനുമതി പത്രങ്ങൾ എന്നിവയ്ക്ക് വലിയ കാലതാമസം നേരിടുന്നുവെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത്. പഞ്ചായത്തിൽ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലെന്ന് പറഞ്ഞ് അപേക്ഷകൾ തിരസ്കരിക്കുകയാണെന്ന് CPI ആരോപിച്ചു. CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. അംഗം PK ബാബു അധ്യക്ഷത വഹിച്ചു. KK രാജൻ, AS ചന്ദ്രിക, PS സുലൈമാൻ, AH സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പാട് പുള്ള് സഹകരണ സംഘം പ്രവർത്തന മേൽനോട്ടം നടത്തിവരുന്ന പുറത്തൂർ പടശേഖരത്തിലെ കൊയ്ത്ത് ആരംഭിച്ചു. 200ഓളം ഏക്കർ വിസ്തൃതിയുള്ള പുറത്തൂർ പടവിൽ ജ്യോതി നെൽവിത്താണ് കൃഷിയിറക്കിയത്. അതേസമയം കഴിഞ്ഞ വർഷം ഇരിപ്പു കൃഷിയിറക്കിയവർക്ക് പ്രഖ്യാപിത ആനുകൂല്യങ്ങളും നെല്ലിന്റെ വിലയും യഥാസമയം ലഭ്യമാക്കാൻ നടപടി ഉണ്ടാകണമെന്നും പ്രസിഡന്റ് KV ഹരിലാൽ, പുറത്തൂർ പടവ് കൺവീനർ KD കേശവരാജൻ എന്നിവർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. സെക്രട്ടറി KF ജിജോ, ചാഴൂർ കൃഷി ഓഫീസർ അമൃത, പടശേഖര സമിതി ജോയിന്റ് കൺവീനർ CU മണികണ്ഠൻ തുടങ്ങിയവർ പങ്കെടുത്തു.
ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി CPM അംഗം ഗ്രീഷ്മ ഷിനോജിനെ തെരഞ്ഞെടുത്തു. കോൺഗ്രസിലെ നഫീസക്കുട്ടി വലിയകത്തും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. നിരന്തരമായി LDF അംഗങ്ങളെ അവഗണിക്കുന്നതും പ്രവർത്തനങ്ങൾ നിശ്ചലമായതിലും പ്രതിഷേധിച്ചാണ് ഗ്രീഷ്മ ഷിനോജ് അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷയായിരുന്ന നഫീസക്കുട്ടി വലിയകത്ത് അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കുന്നതിന് മുൻപ് രാജിവെച്ചിരുന്നു. ടൗൺ പ്ലാനർ KR രാജീവ് വരണാധികാരിയായി. ചന്ദ്രാപിനി ഹയർ സെക്കൻഡറി സ്കൂളിൽ അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ഷോർട്ട് ഫിലിം സംവിധായകനും കാർട്ടൂണിസ്റ്റുമായ അഫ്സൽ മിഖ്ദാദ് ഉദ്ഘാടനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കലോത്സവ വിജയികൾക്കുള്ള അവാർഡ് ദാനം സാഹിത്യകാരൻ ബാപ്പു വലപ്പാട് നിർവഹിച്ചു. പ്രധാന അധ്യാപകൻ KS കിരൺ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ലൈബ്രറിയിലേക്ക് ബാപ്പു വലപ്പാട് നൽകിയ പുസ്തകങ്ങൾ അധ്യാപിക TB സതി ഏറ്റുവാങ്ങി. ഓക്കെ മാഷേ. ആ CPI ആളൂർ ലോക്കൽ കമ്മിറ്റി പ്രകടനവും പൊതുയോഗവും നടത്തി. മണ്ഡലം സെക്രട്ടറി P മണി പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ദിബിൻ പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു. AIYF ജില്ലാ പ്രസിഡന്റ് AS ബിനോയ്, MB ലത്തീഫ്, TC അർജുനൻ, ബിന്ദു ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. അതീവ ജാഗ്രതയോടുള്ള കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി. കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് മന്ത്രി ദർശനത്തിനെത്തിയത്. മാനേജർ പ്രമോദ് കളരിക്കൽ, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ ലജുമോൾ എന്നിവർ മന്ത്രിയെ സ്വീകരിച്ചു. പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ നിയന്ത്രണം വിട്ട ചരക്ക് ലോറി വൈദ്യുതി തൂണിലിടിച്ച് അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ലോറി പാതയോരത്തെ വൈദ്യുതി തൂണിൽ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വികസിത് ഭാരത് സങ്കല്പ് യാത്രയിൽ ഉൾപ്പെടുത്തി നൂതന സങ്കേതങ്ങൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്ന പരിപാടി മേലൂർ പഞ്ചായത്തിൽ നടന്നു. നെറ്റിക്കാടൻ പോളിന്റെ കൃഷിയിടത്തിൽ ഡ്രോൺ പറത്തി ജൈവവളം വിതറി. കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ അനീന, FACT പ്രതിനിധി മഞ്ജു, ജില്ലാ പ്രോഗ്രാം കോർഡിനേറ്റർ ദീപക് ശ്രീവാസ്തവ, കൃഷി ഓഫീസർ ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു. കുന്നുകുളം മേലേപ്പാറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പരിശുദ്ധ ബെസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കത്തോലിക്ക ബാവയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രോപൊലിത്ത തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് പൊതുസദ്യ ഉണ്ടായിരുന്നു. മാർ ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബദാന്യ പകൽവീട്ടിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് ക്രിസ്മസ് പുതുവർഷം ആഘോഷിച്ചു. ഫാദർ ബെഞ്ചമിൻ, ഫാദർ പത്രോസ് എന്നിവർ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി. കുന്നുകുളം CI UK ഷാജഹാൻ, അഡ്വക്കേറ്റ് ജോഫി ജോർജ്, MM ഗിരീഷ്, ഡോക്ടർ റിജി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവിധ ആശംസകളും ഞങ്ങളിൽ കൂടി ചെറുപ്പക്കാരെങ്ങാനും പുതിയ ആശയങ്ങൾ ശ്രീരാമഞ്ചിറ പാടശേഖരത്തിൽ 20 ഏക്കർ സ്ഥലത്ത് കൃഷിവകുപ്പിന്റെ ധനസഹായത്തോടെ റാഗി കൃഷിയുടെ വിത ഉദ്ഘാടനം അന്നിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി രാമൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സുജിത്, വാർഡ് മെമ്പർമാരായ ശാന്ത സോളമൻ, ജീന നന്ദൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മിനി ജോസഫ് എന്നിവർ സംസാരിച്ചു.
പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിൽ മൂർഖൻ പാമ്പിനെ കണ്ടത് പരിഭ്രാന്തി പരത്തി. സ്കൂൾ കോമ്പൗണ്ടിലെ മതിലിനോട് ചേർന്ന് പൂച്ചയെ കൊത്താൻ ഒരുങ്ങിയ പാമ്പിനെ വിദ്യാർത്ഥികൾ കണ്ടത് ഉടൻ തന്നെ വിദ്യാർത്ഥികൾ വിവരം അധ്യാപകരെ അറിയിക്കുകയായിരുന്നു. പ്രധാന അധ്യാപിക അറിയിച്ചതിനെ തുടർന്ന് പാലപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചിലെ റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലം സ്ഥലത്തെത്തി 1 മണിക്കൂറോളം തിരഞ്ഞെങ്കിലും പാമ്പിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. സ്കൂൾ മുറ്റത്തെ മതിലിന്റെ ഇളകിക്കിടക്കുന്ന കല്ലുകൾ നീക്കിയും പരിസരത്ത് തീയിട്ടും പരിശോധിച്ചു. പാമ്പിനെ കണ്ടതോടെ വിദ്യാർത്ഥികളെ പുറത്തിറക്കാതെ സ്കൂൾ അധികൃതർ ശ്രദ്ധിച്ചിരുന്നു. പാമ്പ് പുറത്തു പോയെന്ന് ഉറപ്പുവരുത്തിയതോടെയാണ് വിദ്യാർത്ഥികളെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചത്. കുന്നുകുളം കിഴൂർ ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച അയ്യപ്പൻ വിളക്കും അന്നദാനവും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കിഴൂർ പേമുഖത്തുള്ള കളരിയിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിക്കും. ദേശവിളക്ക് കമ്മിറ്റി പ്രസിഡന്റ് KV ചന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി CR അജീഷ്, PB അബീഷ്, TA കൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് ദേവാലയ തിരുനാൾ ഭക്തിസാന്ദ്രമായി. ദിവ്യബലിക്ക് മാർ സ്റ്റീഫൻ ചിറപ്പണത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ പ്രജോ വടക്കേത്തല, ഫാദർ ആൽബിൻ എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. അങ്ങാടി ചുറ്റിയുള്ള പ്രദക്ഷിണത്തിൽ 50 പൊൻകുരിശും നിരവധി മുത്തുകുടകളും അണിനിരന്നു. ഒരിക്കൽ കൂടി നോക്കാം പ്രധാന വാർത്തകൾ. പാലപ്പള്ളി കുണ്ടായിയിൽ ഹാരിസൺ കമ്പനിയുടെ ഓഫീസിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം. ടാപ്പിംഗ് തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. 20ഓളം ആനകൾ മേഖലയിൽ തമ്പടിച്ചതായി തോട്ടം തൊഴിലാളികൾ. ദേശീയപാത പുതുക്കാട് നിർത്തിയിട്ട കണ്ടെയ്നർ ലോറിയുടെ പുറകിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ് നിരോധിക്കണമെന്ന് നാട്ടുകാർ. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലെ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് പൂർണ്ണമായും അടച്ചു. കൊടുങ്ങല്ലൂർ നഗരത്തിൽ ഗതാഗത തിരക്കേറി. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനത്തിന്റെ സ്ഥലമേറ്റെടുക്കൽ അവസാന ഘട്ടത്തിലേക്ക് കടന്നതായി മന്ത്രി ഡോക്ടർ R ബിന്ദു. സ്ഥലമേറ്റെടുക്കലുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ഈ മാസം അവസാനം നടക്കും. ചാലക്കുടി നഗരസഭ ക്രിമറ്റോറിയത്തിന്റെ പ്രവർത്തനം അവതാളത്തിൽ. മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്ന 3 ചേംബറുകളും തകരാറിലായി. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുകയാണ്. നമസ്കാരം.